Good morning, students. Today we are going to study the chapter Water, the Elixir of Life. Take page number 42. എടുത്തോ. Our next topic is near the well. ഏതാണ്? Near the well. Okay, look, which of the two well water will you use for drinking? Why? Look there. There gives two pictures of well. Look at the first well. What is its specialty? Is there any specialty? It has no proper fencing. Look there, around the well, it has no fencing. വേലി ഉണ്ടോ? വേലി കെട്ടിയിട്ടില്ല, ഒരു തിണ്ടൊന്നും കെട്ടിയിട്ടില്ലല്ലോ. കണ്ടോ, ഒരു 2-3 ഇങ്ങനെ മുളകൾ വെച്ചിട്ട് കയറ് കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. ആരും അതിലേക്ക് വന്നെങ്ങാണ്ട് പെട്ടെന്ന് ചാടാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷൻ മാത്രമേ ഉള്ളൂ അല്ലേ? ബട്ട് അതൊരു ഫെൻസിങ് ആണോ? ഇല്ല, വെല്ലിന് അതൊരു ഫെൻസിങ് അല്ല. നമ്മൾ എന്ത് പുറത്തുനിന്ന് അതിലേക്ക് എൻ്റർ ചെയ്യാതിരിക്കാനുള്ള നല്ല പ്രൊട്ടക്റ്റഡ് ആയ ഫെൻസിങ് തന്നെ എന്തിന് വേണം? കിണറുകൾക്ക് വേണം. ഫസ്റ്റ് ചിത്രത്തിലുള്ളതിന് ഒരു പ്രോപ്പർ ഫെൻസിങ് ഇല്ല. Then look upon that well. Upon the well, what you can see there? Yes, there are sitting some birds, and it is eating something, isn't it? That bird is eating something. And near the well, one woman is washing clothes. കണ്ടോ, ഒരമ്മ നിന്നങ്ങാണ്ട് അലക്കുകയാണ് അല്ലേ? ക്ലോത്തൊക്കെ വാഷ് ചെയ്യാണ്. ആൻഡ് ലുക്ക് അറ്റ് ദാറ്റ് സറൗണ്ടിങ്സ്. അതിൻ്റെ ചുറ്റുപാടൊന്ന് നോക്കിക്കേ. ലുക്ക് ദാറ്റ് സറൗണ്ടിങ്സ്. യെസ്, ദർ ആർ സോ മെനി പൊള്യൂട്ടൻസ് ഹിയർ ആൻഡ് ദർ. ലുക്ക് ദർ. കണ്ടോ, എന്തൊക്കെയോ അവശിഷ്ടങ്ങൾ അവിടെയും ഇവിടെയും കിടക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഒരു മഴ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നാലോചിച്ചേ. ഈ പൊള്യൂട്ടൻസ് ഒക്കെ എന്ത് ചെയ്യും? നമ്മുടെ ഈ കിണറിലേക്ക് എൻ്റർ ചെയ്യും. ഒരു പ്രോപ്പർ ഫെൻസിങ് ഇല്ലാത്തതുകൊണ്ട്. ഇറ്റ് വിൽ മേക്ക് പൊള്യൂഷൻ ഇൻ ദാറ്റ് വെൽ വാട്ടർ, ഇസ്ൻ്റ് ഇറ്റ്? യെസ്, അതാണ് ഈ ഫെൻസിങ് ഒന്നും ഇല്ലാതെ ഉണ്ടാക്കിയ കിണറിൻ്റെ ഒരു സിറ്റുവേഷൻ. അതായിരിക്കും അതിൻ്റെ ഒരു അവസ്ഥ. അതാണ്. Then take the second well. Look in that picture. ആ പിക്ചർക്കൊന്ന് നോക്കിയേ. കണ്ടോ, ഈ പിക്ചറൊന്ന് നോക്കിയേ. എന്താണ്? യെസ്, ഇറ്റ് ഹാസ് എ പ്രോപ്പർ ഫെൻസിങ് അല്ലേ? നല്ലൊരു ഫെൻസിങ് ഉണ്ട്. പകരം ഇവിടെ എന്തായിരുന്നു? ഇവിടെ മൊത്തം ഓരോ ബാമ്പും ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് കയറുകൊണ്ട് കെട്ടിയിരിക്കുന്നു. ഇതിനെന്താണ്? നല്ല കോൺക്രീറ്റ് കൊണ്ടുള്ള, നല്ല സിമെൻറ്റ് കൊണ്ട് പടുത്ത ഒരു ഫെൻസിങ് ഉണ്ട്. സോ ഇറ്റ് ഹാസ് എ പ്രോപ്പർ ഫെൻസിങ്. ആൻഡ് ആൾസോ ദേ പുട്ട് എ നെറ്റ് ഓൺ ദാറ്റ് ഓപ്പണിങ്. മനസ്സിലായോ അല്ലേ? കിണറിൻ്റെ മുകളിൽ എന്ത് വെച്ചിട്ടുണ്ട്? ഒരു നെറ്റൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ? പുട്ട് എ നെറ്റ് ഓൺ ദാറ്റ് ഓപ്പണിങ്, ഓൺ ദാറ്റ് വെൽ ഓപ്പണിങ്. അതായത് ഇതിൽക്കൊന്നും ഇനിയിപ്പോൾ ഇവിടെ ഇരുന്നിട്ടൊരു പക്ഷി ഇരുന്ന് എന്തെങ്കിലും കഴിച്ചാലും അതിലേക്ക് ഡയറക്റ്റായിട്ട് വെല്ലിലേക്ക് വീഴൂല അല്ലേ? ഇറ്റ് വിൽ മേക്ക് ദ പ്രൊട്ടക്ഷൻ ഓൺ ദാറ്റ് വെൽ. ആൻഡ് ആൾസോ ലുക്ക് ഓൺ ദാറ്റ് സറൗണ്ടിങ്സ്. ഇറ്റ് ഈസ് വെരി നീറ്റ്. ആ വെല്ലിൻ്റെ സറൗണ്ടിങ്സൊക്കെ വെരി നീറ്റായിട്ടിരിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എമംഗ് ദീസ് വെൽ, വിച്ച് വെൽ യു ലൈക്ക് ടു യൂസ്? അതവിടെ ചോദിച്ചിട്ടുള്ളത്. വിച്ച് വെൽ യു ലൈക്ക് ടു യൂസ്? നിങ്ങളേതാണ് യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുക? ചിന്തിക്കാണ്ടോ? യെസ്, വി മസ്റ്റ് സെലക്ട് ദ സെക്കൻഡ് വൺ അല്ലേ? നമ്മൾ ആ സെക്കൻഡ് വെല്ല് സെലക്ട് ചെയ്യുള്ളൂ. എന്തായിരിക്കും? ആ വാട്ടർ ക്ലീൻ ആയിരിക്കും.
അതിലെന്തുണ്ടാവില്ല, ഒരു തരത്തിലുള്ള പൊളൂട്ടൻസും ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ആ ടെക്സ്റ്റിലേക്ക് നോക്കൂ, ഞാൻ വായിക്കുമ്പോൾ എൻ്റെ കൂടെ വായിക്കണം കേട്ടോ. മോസ്റ്റ് പീപ്പിൾ ഡിപ്പെൻഡ് ഓൺ വെൽസ് ഫോർ ഡ്രിങ്കിങ് വാട്ടർ. വെൽസ് മസ്റ്റ് ബി കെപ്റ്റ് ക്ലീൻ. അതാണ് നമ്മൾ വേണ്ടത്. അപ്പം നമ്മൾ മുകളിലത്തെ 2 വെല്ലിൽ നമുക്ക് മനസ്സിലായത് എന്താ, നമ്മളടങ്ങണ എല്ലാ ആളുകളും അധികം എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? വെൽ വാട്ടറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ? അപ്പം നമ്മൾ ആ നമ്മൾ ഉപയോഗിക്കുന്ന ആ വെള്ളം എപ്പോഴും എന്തായിരിക്കണം? ക്ലീൻ ആയിരിക്കണമെങ്കിൽ നമ്മൾ ആ എപ്പോഴും ക്ലീനായിട്ട് ഇരിക്കാൻ നോക്കണം. വെൽ മസ്റ്റ് ബി കെപ്റ്റ് ക്ലീൻ. അപ്പം നമ്മളെപ്പോഴും നമ്മൾ ആ കിണർ എന്ത് ചെയ്യണം? വൃത്തിയായിട്ട് കെപ്റ്റ് ചെയ്യണം, സൂക്ഷിക്കണം. There are many reasons for the pollution of well water. Let us find out what they are. അപ്പം നമ്മളിപ്പോൾ തന്നെ കുറേ കാരണങ്ങൾ കണ്ടുല്ലേ. There are many reasons for the pollution of well water. വെൽ വാട്ടർ പൊല്യൂഷൻ ആവാൻ, അത് മലിനമാവാൻ പലവിധ കാരണങ്ങളുണ്ട്. നിങ്ങളത് പലതും കണ്ടെത്തുക. ലെറ്റ് us find out what they are. നിങ്ങളതെന്ത് ചെയ്യണം? എന്തൊക്കെയാണ് പൊല്യൂഷനുള്ള റീസൺസ് എന്ന് നിങ്ങൾ കണ്ടെത്തണം. In the company of your teacher, visit wells in your school and 4 or 5 houses in the neighborhood and record your observations in the environment diary. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ അടുത്തുള്ള കിണറുകളൊക്കെ നിങ്ങൾ നിരീക്ഷിക്കുക, ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ്? നിങ്ങൾ അടുത്ത് നിങ്ങൾ നൈബേഴ്സിൻ്റെ വീടൊക്കെ നോക്കുക. ഒരു 2 3 ഒരു 4 5 വീടുകൾ സന്ദർശിക്കുക. നിങ്ങൾക്ക് അറിയുമല്ലോ എല്ലാ വീടുകളുടെയും വെല്ലിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അടുത്തടുത്തുള്ള വീടുകളുടെ അറിയാം. നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഒബ്സർവ് ചെയ്യേണ്ടതെന്നോ ആ ഒരു ബോക്സിൽ നോക്കിയേ. ഈസ് ദ വെൽ കവേർഡ് വിത്ത് എ നെറ്റ്? ആ കവർ ചെയ്തിട്ടുള്ള നെറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുള്ള വെല്ലാണോ അത് എന്നുള്ളത് ഫസ്റ്റ് നിരീക്ഷിക്കുക. ആ കിണറിന് നെറ്റ് കൊടുത്തിട്ടുണ്ടോ? അതായത് മുകളിൽ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ടോ? ഈസ് ദർ എ പ്രൊട്ടക്റ്റീവ് ഫെൻസിങ് അറൗണ്ട് ദ വെൽ? അതും നോക്കണം. എന്താണ്? ഈസ് ദർ എ പ്രൊട്ടക്റ്റീവ് ഫെൻസിങ് അറൗണ്ട് ദ വെൽ? അവിടെ ഒരു പ്രൊട്ടക്റ്റീവ് ഫെൻസിങ് ഉണ്ടോ വെല്ലിന് ചുറ്റും? നമ്മളെന്താ പറയുക മലയാളത്തിൽ? ആൾമറ എന്നറിയില്ലേ? കിണറിന് ആൾമറ കിട്ടുക, നല്ല മരമല്ല, ആൾമറ കേട്ടോ. അതായത് അതിന് ഒരു പ്രൊട്ടക്റ്റീവ് ഫെൻസിങ്ങിന് അതാണ് പറയാറ്. ഈസ് ദ പൊള്യൂട്ടഡ് വാട്ടർ കളക്റ്റിംഗ് നിയർ ദ വെൽ? അവിടെ അടുത്തെവിടെയെങ്കിലും ഈ കിണറിന് ചുറ്റും അഴുക്ക് വെള്ളം ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ മഴ പെയ്തിട്ടും ഇതൊക്കെ അവിടെയും ഇവിടെയും നിറഞ്ഞ് നിന്നിട്ടോ അല്ലെങ്കിൽ ഈ വീടിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളമൊക്കെ കെട്ടി നിന്നിട്ട് മലിനജലം ഉണ്ടായിട്ടുണ്ടോ? വാട്ടർ കളക്ട് നിയർ ദ വെൽ, വെല്ലിൻ്റെ അടുത്തുണ്ടായ ഈ പൊള്യൂട്ടഡ് ആയ വാട്ടർ അതിൽക്കും വരും. അപ്പം അതിനടുത്ത് മലിനജലം കെട്ടിക്കിടക്കണുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഡു പീപ്പിൾ ബാത്ത് നിയർ ദ വെൽ? അതും തെറ്റാണ്. അതായത് ചിലവരാണ് ഈ കിണറിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ കോരി ഒഴിച്ച് കുളിക്കണല്ലേ. അപ്പം ചിലപ്പോൾ അതിലേക്ക് തന്നെ തെറിക്കും നമ്മുടെ സോപ്പ്, നമ്മൾ കുളിക്കണ ആ വെള്ളമൊക്കെ ചിലപ്പം ഈ വെൽ വാട്ടറിലേക്ക് തന്നെ എൻ്റർ ചെയ്യും. അപ്പോൾ അതിൻ്റെ അടുത്ത് കുളിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ആർ ക്ലോത്ത്സ് വാഷ്ഡ് നിയർ ദ വെൽ? നമ്മളൊക്കെ ഇങ്ങനെ അടിച്ച് അലക്കൂലേ, അപ്പോൾ അതൊക്കെ തെറിക്കുകയാണ് ഇതിലേക്ക്, നമ്മുടെ വെൽ വാട്ടർക്ക്. അപ്പോൾ ക്ലോത്ത്സ് വാഷ് ചെയ്യണത് അതിൻ്റെ അടുത്തുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഈസ് ദ സെപ്റ്റിക് ടാങ്ക് കെപ്റ്റ് അവേ ഫ്രം ദ വെൽ? അതെല്ലാവരും അധികം അങ്ങനെ തന്നെ ആവും ചെയ്യാറല്ലേ. സെപ്റ്റിക് ടാങ്ക് എപ്പോഴും എങ്ങനെയായിരിക്കണം? വെല്ലിന്ന് കുറച്ച് ദൂരം കൊണ്ടുപോയിട്ട് ഉണ്ടാക്കണം. സെപ്റ്റിക് ടാങ്ക് കാരണം നമ്മളെ കക്കൂസിനൊക്കെ ബാക്കിലുണ്ടാവുമല്ലോ ഒരു കുഴി, അതാണ് സെപ്റ്റിക് ടാങ്ക്. അത് നമ്മുടെ കിണറിൽ നിന്ന് വളരെ അകലം പാലിക്കണം. ഒരു നിശ്ചിത അകലുണ്ട് അതിന്. അല്ലെങ്കിൽ എന്താണ്, ആ സെപ്റ്റിക് ടാങ്കിൽ നിന്നുള്ള വെള്ളം നമ്മുടെ കിണറിലേക്ക് ഭൂമിൻ്റെ അടിയിൽ കൂടെ വരും. അപ്പം എന്ത് ചെയ്യണം? അതും കിണറിൽ നിന്ന് കുറച്ച് വിട്ടിട്ടേ ഉണ്ടാക്കാൻ പാടുള്ളൂ. Now say, which among the well you visited are clean? Are there unclean wells? Suggest steps to be taken to clean them. നിങ്ങളിപ്പോൾ ഇങ്ങനെയൊക്കെ സന്ദർശിച്ച് എല്ലാം മനസ്സിലാക്കിയില്ലേ? ഇതിലേറ്റവും ക്ലീനായിട്ടുള്ള ഏതൊക്കെ കിണറുകളാണ് നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ മനസ്സിലാക്കുക, എഴുതി വെക്കുക.
അതേപോലെ വൃത്തിയില്ലാത്ത കിണറുകൾ നിങ്ങൾ കണ്ടെത്തിയാൽ അത് വൃത്തിയുള്ളതാക്കാൻ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇതാ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾ കുടിക്കണ വെള്ളം എന്താവും, പൊളൂട്ടഡാവും, മലിനമാവും. പിന്നെ നമ്മൾ കുടിക്കുമ്പോൾ നമുക്ക് പല രോഗങ്ങളും വരും എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. രോഗങ്ങൾ വരും, ചൊറി വരും, പിന്നെ പോലെ വയറിളക്കം പോലുള്ള രോഗങ്ങളൊക്കെ വരും ഈ കിണറിൽ നിന്ന് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ. ഇത്രയൊക്കെയാണ് നിങ്ങളിപ്പം മനസ്സിലാക്കേണ്ടത്. ഇവിടെ നിങ്ങൾ കാണേണ്ട ഒരു ക്വസ്റ്റ്യനാണ് വാട്ട് ആർ ദ റീസൺസ് ഫോർ ദ പൊല്യൂഷൻ ഓഫ് വെൽ വാട്ടർ. എന്താണ് ഇവിടെ വരുന്ന ക്വസ്റ്റ്യൻ? അതാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. വാട്ട് ആർ ദ റീസൺസ് ഫോർ ദ പൊല്യൂഷൻ ഓഫ് വെൽ വാട്ടർ. വെൽ വാട്ടർ പൊല്യൂട്ടഡ് ആവാനുള്ള പല റീസൺസും നിങ്ങളടുത്ത് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ടീച്ചർ നോട്ടായിട്ട് തരാം കേട്ടോ. ഓക്കെ, ടേക്ക് നെക്സ്റ്റ് ടോപ്പിക്, ഡ്രിങ്കിങ് വാട്ടർ. Drinking water. Don't you carry a bottle of water in your bag to school? ഇനി മുതലൊക്കെ എല്ലാവർക്കും സ്വന്തമായിട്ടുള്ള ബോട്ടിൽ തന്നെ വേണം അല്ലേ? പല ദിവസങ്ങളിലും നമ്മൾ കാണാറുണ്ട്, നമ്മൾ ഇടയ്ക്ക് ബാഗിൽ കുപ്പിവെള്ളമൊക്കെ കൊണ്ടുപോകാൻ മറക്കും അല്ലേ സ്കൂളിലേക്ക് പോകുമ്പോൾ. എന്നിട്ട് നമ്മൾ അടുത്തുള്ള ആളുടെയൊക്കെ വാങ്ങിക്കുടിക്കും. ഷെയറിങ് മെൻറ്റാലിറ്റി നല്ലത് തന്നെയാണ്. പക്ഷേ ഇനി മുതൽ അതൊന്നും പറ്റൂല. എന്തുകൊണ്ടാണ്? ആരുടെയും ഷെയർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ സ്വയമായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തിളപ്പിച്ചാറിയ വെള്ളമൊക്കെ കൊണ്ടുപോയിട്ട് കുടിക്കാൻ നോക്കണം. ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയില്ലേ, എങ്ങനെയാണ് ഓരോ ഡിസീസ് ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പകരുന്നതെന്ന് നമുക്കറിയില്ല. ഒരാൾക്ക് ഇന്ന രോഗങ്ങൾ ഉണ്ടോയെന്ന് നമുക്കറിയില്ല, നമുക്ക് തന്നെ അറിയില്ല നമുക്ക് രോഗമുണ്ടോയെന്ന്. അങ്ങനത്തെ ഒരു അവസ്ഥയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? There are several, don't you carry always a bottle of water in your school bag. സ്കൂളിൽ പോകുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം? നമ്മൾ സ്വന്തമായിട്ട് കുടിവെള്ളം കൊണ്ടുപോകണം. Don't you take boiled and cooled water in it? അതായത് നമ്മൾ ബോയിൽ ചെയ്ത ശേഷം, അതായത് തിളപ്പിച്ചാറിയ വെള്ളം, അതാണ് പറയുന്നത് ബോയിൽഡ് ആൻഡ് കൂൾഡ് വാട്ടർ. അങ്ങനെ ആയിരിക്കണം കൊണ്ടുപോകണത്. ബോട്ടിലിൽ എപ്പോഴും കൊണ്ടുപോകുമ്പോൾ നല്ല തിളപ്പിച്ചാറിയ വെള്ളമായിരിക്കണം നമ്മൾ കുടിക്കാൻ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഏത് കിണറിൽ നിന്ന് എടുത്താലും നമ്മൾ ഒന്ന് തിളപ്പിച്ചാറിയ പിന്നെന്തായി, അതിൽ തണുക്കളൊക്കെ ഒന്ന് നശിച്ചിട്ടുണ്ടാവും. ദ വാട്ടർ വി ഗെറ്റ് മേ നോട്ട് ആൾവേസ് ബി പ്യുവർ. അതാണ്, നമുക്ക് കിട്ടുന്ന വെള്ളം എപ്പോഴും പിന്നെ പ്യുവറാണോ എന്ന് നമുക്കറിയില്ല. പിന്നെ ഇപ്പോൾ കിണർ വെള്ളമാണ്, പിന്നെ ഇപ്പോൾ എല്ലാവർക്കും പൈപ്പ് വെള്ളമാണ് അല്ലേ അധികം ആൾക്കാർ. അപ്പോൾ നമ്മൾ കിണറ്റിൽ നിന്ന് എടുത്താലും എന്താണ്, നമ്മൾ ടാങ്കിൽ കടിക്കണോ, നമുക്ക് പൈപ്പിൽ കൂടെയാണ് വെള്ളം കിട്ടുന്നത്. അപ്പോൾ പ്യുവർ ആണോ എന്ന് നമുക്ക് ഉറപ്പുണ്ടാവില്ല. ഇഫ് യു ഡോണ്ട് യൂസ് പ്യുവർ വാട്ടർ ദർ വിൽ ബി എ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഡിഫറെൻറ്റ് ഡിസീസസ് അല്ലേ? നമ്മൾ ഇങ്ങനെ ശുദ്ധമായിട്ടുള്ള ഈ വാട്ടർ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ പല ഡിസീസുകളും നമുക്ക് വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ എല്ലാവരും എപ്പോഴും എന്തേയുള്ളൂ, സ്കൂളിലേക്ക് പോവുക എന്നല്ല, വീട്ടിൽ നിന്ന് എന്തേ പാടുള്ളൂ, തിളപ്പിച്ചാറിയിട്ടുള്ള വെള്ളം കുടിക്കണം. Then there is also another methods for the purifying water. എന്തൊക്കെയാണ്? വാട്ടർ ക്യാൻ ബി പ്യൂരിഫൈഡ്. നമ്മൾ തിളപ്പിക്കാതെ തന്നെ നമുക്ക് പ്യൂരിഫൈ ചെയ്യാം. എന്ത്? വെള്ളം നമുക്ക് പ്യൂരിഫൈ ചെയ്യാം. എങ്ങനെ? അത് പ്യൂരിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ശുദ്ധീകരിക്കുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. പ്യൂരിഫൈഡ്, നമ്മൾ വാട്ടർ പ്യൂരിഫയർ വാങ്ങാറില്ലേ? വീട്ടിലുണ്ടാവും, ഓഫീസുകളിലുണ്ടാവും, പല സ്ഥലങ്ങളിലും ഉണ്ട്. ഈ വാട്ടർ പ്യൂരിഫയർ എന്ന് പറയുന്നത് എന്താണ്? ജലം ശുദ്ധീകരിക്കുന്ന ഒരു സാധനമാണ്, ഒരു ഇൻസ്ട്രുമെൻ്റാണ്. There are several ways to purify water. Modern equipments like water purifiers are also available now. Such appliances are used in houses, offices and educational institutions today. അതാണ്, there are several ways to purify water. ഇന്നിപ്പോൾ നമുക്ക് തിളപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിലും വാട്ടർ പ്യൂരിഫൈ ചെയ്യാൻ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള പല മെത്തേഡ്സുമുണ്ട്. സെവറൽ വേസ് ടു പ്യൂരിഫൈ വാട്ടർ, പല വഴികളുമുണ്ട്. മോഡേൺ എക്യുപ്മെൻറ്റ്സ് ലൈക്ക് വാട്ടർ പ്യൂരിഫയേഴ്സ് ആർ അവൈലബിൾ നൗ. വാട്ടർ പ്യൂരിഫയേഴ്സ് ഇപ്പോൾ കിട്ടുന്നുണ്ട് അല്ലേ? പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. എവിടെയൊക്കെയാണ്? പല വീടുകളിലുണ്ട്, ഓഫീസുകളുണ്ട്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഹോസ്പിറ്റലുകളിൽ പോയാൽ അവിടെ കാണാം. എന്ത് സർക്കാർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, സർക്കാർ സ്ഥാപനങ്ങളിൽ പോയാലും നമുക്ക് എന്ത് കാണാം? ഈ
ഈ വാട്ടർ പ്യൂരിഫയർ കാണാം. അപ്പം എല്ലാവരും നല്ല ശുദ്ധീകരിച്ച വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ സെറ്റപ്പാണ് അതല്ലേ. അപ്പം ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വേറെ പല പ്യൂരിഫയിങ് മെത്തേഡ്സും കാണാം അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യല്ലേ. ഇതിൻ്റെ നോട്ട് ടീച്ചർ നിങ്ങൾക്ക് തരാം. ഇപ്പോൾ നിങ്ങൾ ഇത് വായിക്കുക, ഇത് മനസ്സിലാക്കുക. സോ students, today's class is over. We will be continue this chapter in our next class. Bye.